نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും നമ്മെ കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്, മരണാനന്തരം ഒരു ജീവിതമുണ്ട്, പരലോകം സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ എണ്ണിപ്പഠിപ്പിക്കുന്നുണ്ട്. അവിടെ നമുക്കേറെ സുപരിചിതമായ സൂറത്തുൻ നബഇന്റെ തുടക്കഭാഗത്ത് സത്യനിഷേധികളായ ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു തർക്കം, മരണാനന്തര ജീവിതം ഉണ്ടോ ഇല്ലേ എന്ന കാര്യത്തിൽ അവർ ഭിന്നാഭിപ്രായത്തിലായി നിഷേധ രൂപത്തിൽ അവർ സംസാരിക്കുകയാണ്, ചർച്ച ചെയ്യുകയാണ്. അവിടെ 10 അത്ഭുതങ്ങളെ അള്ളാഹു എണ്ണി പഠിപ്പിച്ചു കൊടുക്കുകയാണ്.
രണ്ടു കാര്യങ്ങളെയാണ് അതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുന്നത്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു സൃഷ്ടാവുണ്ടെന്നും മരണാനന്തരം മനുഷ്യനൊരു ജീവിതമുണ്ടെന്നും പരലോകത്തിന്റെ സത്യത അള്ളാഹു അതിലൂടെ എല്ലാം ബോധ്യപ്പെടുത്തുകയാണ്. അതിനിടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു വിഷയമാണ് വഖലഖ്നാകും അസ്വാജ. വ്യത്യസ്ത കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിലൊരു കാര്യമാണ് നിങ്ങളെ പരസ്പരം ഇണകളായി സൃഷ്ടിച്ചു. അസ്വാജ്, ഇണകളായി പരസ്പരം സൃഷ്ടിച്ചു എന്നുള്ളത് നാമാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ വിവാഹം എന്നത് പരലോകത്തിന്റെ സത്യത മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നു. അള്ളാഹു ഉണ്ട് എന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്ന ഒരു വലിയ ദൃഷ്ടാന്തമായാണ് വിവാഹം വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ വിവാഹത്തിന്റെ പവിത്രതയും വിവാഹത്തിന് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച ധാരാളം വചനങ്ങളും അതേപോലെ അതുമായി നടക്കുന്ന നാട്ടിൽ നടക്കുന്ന ചില ആഭാസങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ അതേ രൂപത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ അതിന്റെ അത്ഭുതത്തെയും വിശുദ്ധ ഖുർആനിന്റെ പല ആയത്തുകളിലും എണ്ണിപ്പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തു റൂമിലെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിലെ ധാരാളം ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ എണ്ണിയ കൂട്ടത്തിലാണ് വിവാഹത്തെ എണ്ണിയത്. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ ആയാത്തുകളിൽ പെട്ടതാണ് അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളിൽ നിന്നു തന്നെ പരസ്പരം ഇണകളെ സൃഷ്ടിച്ചു എന്നത്. അപ്പൊ ഇണകളായി നിങ്ങളെ സൃഷ്ടിച്ചു. ആണും പെണ്ണും അവരെ വിവാഹത്തിലൂടെ തീർത്തും പരിചിതമല്ലാത്ത രണ്ട് കുടുംബങ്ങളിൽ ജീവിച്ചവർ ഒന്നാകുന്ന ഈ വിവാഹം എന്ന ഈ അത്ഭുതകരമായ പ്രതിഭാസത്തെ അള്ളാഹു ആയാത്തായി വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് എണ്ണിപ്പഠിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ വിവാഹത്തിലൂടെ എന്താണ് ഇസ്ലാം അതിലൂടെ ലക്ഷ്യം വെക്കുന്നത്? അതിന്റെ ലോകത്തു മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന വ്യത്യസ്ത രീതികൾ നമ്മൾ പറഞ്ഞു. വിവാഹമേ വേണ്ടതില്ല എന്ന് പറഞ്ഞവർ, ആത്മീയതക്ക് തടസ്സമാണെന്ന് പറഞ്ഞവർ, വഴിവിട്ട ലൈംഗികതയെ സ്വീകരിച്ചവർ എല്ലാം മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ വിവാഹത്തിലൂടെ അനുവദനീയമായ ഒരു വഴിയിലൂടെ ഇസ്ലാം എന്താണ് ആ വിവാഹം നിശ്ചയിക്കുമ്പോൾ അതിലൂടെ ലക്ഷ്യം വെക്കുന്നത്? അതിലൊന്ന്, വിവാഹത്തിലൂടെ സുപ്രധാനമായ ലക്ഷ്യം അവൻ സമാധാനത്തോടുകൂടെ അവന്റെ ഇണയിലേക്ക് ഒത്തുചേരുന്നതിന് വേണ്ടിയാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും വ്യത്യസ്ത പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ എല്ലാം അനുഭവിക്കുന്നവരാണ്. ഒരുപക്ഷെ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടാവാം, അതേപോലെ തന്നെ നമ്മുടെ മറ്റ് വ്യക്തിപരമായ മറ്റു പല കാര്യങ്ങളിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാനസികമായ ടെൻഷനുകളെല്ലാം നമുക്കുണ്ടാകും. അവിടെ അതൊരു ഇണയോട് ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസ്സിനൊരു സമാധാനമുണ്ട്. അതാണ് ലിതസ്കുനു ഇലൈഹ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ലിതസ്കുനു ഇലൈഹ, അവളിലേക്ക് സമാധാനപൂർവ്വം ഒത്തുചേരുന്നതിനു വേണ്ടിയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ ഒരു ലക്ഷ്യമായി പറഞ്ഞത്. രണ്ടാമത്തേത് എന്താണ്? ജീവിത വിശുദ്ധിയാണ്. മനുഷ്യൻ അതിലൂടെ ആർജിച്ചെടുക്കുന്നത് ജീവിതത്തിലെ ഒരു വിശുദ്ധമായ ഒരു ജീവിതമാണ്. സ്വർഗപാതയിലൂടെ പോവാൻ, നരകപാതയിൽ നിന്ന് രക്ഷപ്പെടാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹത്തിന്റെ ലക്ഷ്യമായി എണ്ണിപ്പഠിപ്പിക്കുന്നത് ഒട്ടേറെ ഹദീസുകളിൽ പറഞ്ഞ കാര്യമാണ്. ഫഇന്നഹു അഅല്ലു ലിൽ ബസർ, അവന്റെ കണ്ണിനെ താഴ്ത്താനാണ് വിവാഹം എന്ന അനുവദനീയമായ ഒരു രീതി മനുഷ്യൻ അല്ലാഹു നിശ്ചയിച്ചു കൊടുത്തത്. അവന്റെ വികാരത്തെ പിടിച്ചു വെക്കാനല്ല, അനുവദനീയമായ മാർഗത്തിൽ ഒരു വലിയിൽ നിന്ന് രണ്ട് സാക്ഷികളെ നിർത്തിക്കൊണ്ട് അവൻ മഹർ നിശ്ചയിച്ച് അനുവദനീയമായ ഒരു വഴി അവന് നിശ്ചയിച്ചു കൊടുത്തതിനാണ്. അവന്റെ കണ്ണിനെ താഴ്ത്താനാണ്. വഹ്സനുലിൽ ഫർജ്, അവന്റെ ഗുഹ്യാവയവങ്ങളെ സൂക്ഷിക്കാനാണ്. അവന്റെ ലൈംഗിക രംഗത്തെ വിശുദ്ധിയാണ് ഇസ്ലാം വിവാഹത്തിലൂടെ അവനെ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ടാണ് വിവാഹം ഫഖദ് ഇസ്തക്മല നിസ്ഫു ദീനിഹി, അവന്റെ ദീനിന്റെ പകുതിയാണ് പൂർത്തീകരിക്കപ്പെടുന്നത് എന്നാണ്. വിവാഹം കഴിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ദീനിന്റെ പകുതി പൂർത്തീകരിക്കപ്പെടുന്നു. ഫൽയത്തഖില്ലാഹ ഫീ നിസ്ഫിൽ ബാഖി, ബാക്കി അവൻ അവശേഷിക്കുന്ന ഭാഗം അവൻ അള്ളാഹുവിനെ സൂക്ഷിക്കട്ടെ എന്നാണ്. അത് നേരത്തെ നിർവഹിക്കുക എന്നതാണ് ഏറ്റവും നല്ല കാര്യം. കാരണം അത്രയും ഹറാമുകളിൽ നിന്നും മോശപ്പെട്ട ചിന്തകളിൽ നിന്നും നോട്ടങ്ങളിൽ നിന്നും അതാണ് സംരക്ഷണമായി മാറുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ മനുഷ്യന്റെ മൂന്നാമത്തെ കാര്യം ലക്ഷ്യമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അതിലൂടെ സന്താനം ലബ്ധി ഉണ്ടാവുക എന്നുള്ളതാണ്. വിവാഹത്തിലൂടെ അവിടെ മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് അവന്റെ മക്കൾ എന്ന് പറയുന്നത്. ആ മക്കൾക്കു വേണ്ടി, മക്കളെ വിചാരിച്ചാണ് പലപ്പോഴും ഗൾഫ് നാടുകളിൽ ദീർഘമായ കാലം ജോലി ചെയ്യുന്ന ഒരു പിതാവ് 50 കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും എന്തിനാണ് ഗൾഫ് നാടിൽ പ്രവാസ ലോകത്തേക്ക് പോകുന്നത് എന്ന ചോദ്യത്തിന് അയാൾ നൽകുന്ന ഉത്തരം, എന്റെ മക്കൾ, ഇനിയും കെട്ടിക്കാൻ പ്രായമായ പെൺകുട്ടികൾ ഉണ്ട് എന്നതാണ് അയാളുടെ ഉത്തരം. അയാളുടെ കുടുംബമാണ് അയാളുടെ ഉത്തരം. അതിനുവേണ്ടിയാണ് അയാൾ ചോര നീരാക്കി കഷ്ടപ്പെട്ട് വീണ്ടും ആ പ്രായാധിക്യത്തിലും ഏറെ രോഗങ്ങൾ ഉണ്ടായിട്ടും
ഒരു വ്യക്തി ഗൾഫിലേക്ക് വീണ്ടും അയാള് ഫ്ലൈറ്റ് കയറുന്നത് മക്കളെ ആലോചിച്ചുകൊണ്ടാണ്. എന്നാൽ ആ മക്കൾ നമുക്ക് സ്വാലിഹാണെങ്കിൽ ആ മക്കളിലൂടെ നമുക്ക് മരണാനന്തരവും അണമുറിയാത്ത നന്മകൾ ലഭിക്കുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതെങ്ങനെ രൂപപ്പെടും? ഒരു വിവാഹ ജീവിതത്തിലൂടെയാണ്. അതിനാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞ ഒരു ആദർശ പൊരുത്തവും ദീനിനും മുൻഗണന കൊടുക്കുമ്പോൾ അതിലൂടെ സ്വാലിഹായ മക്കൾ വളർന്നു വരുമെന്നതാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ഇദാ മാത്തൽ ഇൻസാൻ, ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ഇൻഖതാ അമലുഹു ഇല്ലാ മിൻ സലാസ്, അവന്റെ 3 കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം ദുനിയാവുമായി ബന്ധപ്പെട്ടെല്ലാം അവനിൽ നിന്നും മുറിഞ്ഞു പോകും. 3 കാര്യമാണ് ബാക്കിയാകുന്നത്. അതിൽ ഒന്ന് പ്രവാചകൻ പറഞ്ഞ എന്താണ്? വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, തനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന നല്ലൊരു മകൻ, നല്ലൊരു മകൾ, അത് അണമുറിയാത്ത നന്മയാണ് എന്നാണ്. ഒരു വാപ്പ മരിച്ചു, അയാൾ ഖബറിലാണ്. അയാൾ ഖബറിൽ കിടക്കുമ്പോഴും അയാൾക്ക് ഒരു നന്മ വന്നു ചേരുന്നു. അത് ഏതിലൂടെ? സ്വാലിഹായ മക്കൾ. ആ മകൻ നിർബന്ധ നമസ്കാരങ്ങൾക്കു ശേഷം വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അതാ വാപ്പാക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഒരു മകൾ ആ തഹജ്ജുദിന്റെ സമയത്ത് ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു, അതാ വാപ്പാക്ക് ആ ദുആ, ആ ഇസ്തിഗ്ഫാർ അവർക്ക് കിട്ടുമെന്നാണ്. നമ്മൾ ആലോചിക്കേണ്ടത് അത്തരം മക്കൾ നമുക്കുണ്ടോ എന്നാണ്. നമ്മുടെ ഖബറിന്റെ അടുത്ത് വന്ന് നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി ഇസ്തിഗ്ഫാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കൾ. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ചില മാതാപിതാക്കൾക്ക് സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ കിട്ടുന്നതാണ്. ഇന്നർ റജുല ലതുർഫഅ ദറജതുഹു ഫിൽ ജന്ന, സ്വർഗത്തിൽ ഉന്നതമായ ദർജകൾ കിട്ടും. അവർ തന്നെ ആശ്ചര്യപ്പെട്ട് ചോദിക്കും, അന്ന ഇതെങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടിയത് എന്നവർ ചോദിക്കും. അവരോട് പറയുന്നത്, ബിസ്തിഗ്ഫാരി വലദിക ലക, നിന്റെ മക്കൾ നിനക്ക് വേണ്ടി നടത്തിയ ഇസ്തിഗ്ഫാർ കൊണ്ടാണ് നിനക്ക് സ്വർഗത്തിലെ ദർജകൾ ഉയർന്നത് എന്നാണ്. അതുകൊണ്ട് നമുക്ക് അത്തരം സ്വാലിഹായ മക്കൾ, ആൺകുട്ടികളും പെൺകുട്ടികളും നമുക്കുണ്ടാകുമോ? നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. അതാണ് 3ാമത്തെ ലക്ഷ്യം. സന്താന ലബ്ധിയാണ് അതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അപ്പോ വിവാഹത്തിലൂടെ ഇസ്ലാം അത്തരം ധാരാളം കാര്യങ്ങൾ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനമായ ഒരു അസുലഭമായ മുഹൂർത്തമാണ് യഥാർത്ഥത്തിൽ വിവാഹത്തിലൂടെ സംഭവിക്കുന്ന ധാരാളം കാര്യങ്ങൾ. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ ധാരാളം ആഭാസങ്ങൾ, ഈ ഏറ്റവും പ്രാർത്ഥനയോടെ അതേപോലെ തന്നെ പ്രതീക്ഷയോടെ അള്ളാഹുവിൽ തവക്കുലാക്കി നന്ദി കാണിക്കേണ്ട ആ ഒരു മുഹൂർത്തത്തെയാണ് പലപ്പോഴും നന്ദികേടിന്റെ സന്ദർഭങ്ങളായി പലപ്പോഴും വിവാഹ വേദികൾ മാറുന്നു എന്നുള്ളതാണ്. അവിടെ കല്യാണം മുതലല്ല, കല്യാണത്തിന്റെ മുമ്പ് തന്നെ കല്യാണ തലേന്ന് നടക്കുന്ന എത്രയെത്ര ഏർപ്പാടുകളാണ് നമ്മുടെ നാട്ടിൽ. ബ്രൈഡ് ടു ബി, ഗ്രൂം ടു ബി, അതേപോലെ പല നിറങ്ങളിൽ കളറുകളിലുള്ള പേരുകളിലുള്ള കല്യാണങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ സമൂഹത്തിൽ കടന്നു വരുന്നത് നമ്മൾ കാണുകയാണ്. കഴിഞ്ഞ വർഷമില്ലാത്ത പുതിയ രീതികളാണ് ഓരോ വർഷം കഴിയുമ്പോഴും നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളതാണ്. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വിവാഹ മാമാങ്കങ്ങൾ ഇതാരുണ്ടാക്കിയതാണ്? നമ്മുടെ സമൂഹം ഉണ്ടാക്കി തീർത്ത ഭാരങ്ങളാണ്. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു, ഒരിക്കലും ഇസ്ലാം ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല. അതിന്റെ ലളിതമായ രൂപം, ഏറ്റവും സിമ്പിളായി നിർവഹിക്കാൻ പറ്റുന്ന ഒരു കർമ്മത്തെയാണ് ആളുകൾ ഭാരമുള്ളതാക്കി തീർത്തിരിക്കുന്നത്. ഇവിടെ വിവാഹ വസ്ത്രം ഓരോന്നും നമുക്കെടുത്താൽ, വിവാഹ വസ്ത്രം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അള്ളാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങുന്ന ആ പവിത്രമായ സമയം നന്ദികേടിന്റെ വേദിയാവുകയാണ്. വരന്റെ വധുവിന്റെ അന്നത്തെ വസ്ത്രം പുതിയ ജീവിതത്തിലേക്ക് കടക്കാനിരിക്കുമ്പോൾ അവിടെ ഇസ്ലാമികമല്ലാത്ത വസ്ത്രം, അവിടെ പെണ്ണ് അവിടെ പിന്നെ മക്കനെ അഴിച്ചു വെക്കുകയാണ്. മറ്റുള്ളവരെ കാണുന്ന അവസ്ഥയിലേക്ക് ഇസ്ലാമിക വസ്ത്രം ധരിച്ചവർ പോലും ഇസ്ലാമിക വസ്ത്രം വിവാഹത്തിന്റെ അന്ന് അഴിച്ചു വെക്കുന്നത് നമ്മൾ കാണുന്നു. അതേപോലെ തന്നെ പുരുഷന്റെ വസ്ത്രം കൃത്യമായി പ്രവാചകൻ പഠിപ്പിച്ചു, നെരിയാണിക്കു താഴെ പോകരുത്. എത്രയാണ് താഴോട്ട് പോയിരിക്കുന്നത്? മാ അസ്ഫല മിനൽ കഅബൈനി ഫഫിന്നാർ, നെരിയാണി വിട്ട് താഴേക്ക് ഇറങ്ങിയ വസ്ത്രം അത് നരകത്തിലാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ വിവാഹ സമയത്താണെങ്കിലും വിവാഹത്തിന്റെ വസ്ത്രം ഇസ്ലാമികമാകണം എന്നതാണ്. മറ്റൊന്ന്, നമ്മുടെ നാട്ടിലെ എല്ലാ മുസ്ലിം കുടുംബങ്ങളിലും ഇന്ന് വല്ലാതെ കടന്നു കയറിയതാണ് കൃത്രിമമായ സൗന്ദര്യം ഉണ്ടാക്കുക. അത് കല്യാണ പെണ്ണു മാത്രമല്ല, കുടുംബ സമേതമാണ് ഇത്തരം പുട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു പ്രതീതി വ്യാപകമായി നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനെ നമ്മൾ വിളിക്കുന്നത് മേക്കപ്പ് എന്നല്ല, കൃത്രിമ സൗന്ദര്യം എന്നാണ്. കൃത്രിമ സൗന്ദര്യം, ഇല്ലാത്ത ഒരു സൗന്ദര്യത്തെ എന്ത് ചെയ്യാണ് അവിടെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അവിടെ നമുക്കറിയാം, ആദ്യമേ ആൺ പെൺ കണ്ടുകൊണ്ടാണ് വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത്.
എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, വിവാഹത്തിലേക്ക് എത്തിയത്. പിന്നെന്തിനാണ് അവിടെ ഒരു കൃത്രിമമായ സൗന്ദര്യം ഉണ്ടാക്കിയെടുക്കുന്നത്? അവിടെ ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ്. ഒരു പെണ്ണിനെ മറ്റുള്ളവരുടെ അന്യ ആളുകളുടെ മുമ്പിൽ കാണിക്കാൻ ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല, നിഷിദ്ധമായി പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ വിവാഹ ദിനം എന്തിനാണ് നമ്മുടെ കുടുംബങ്ങളിൽ മേക്കപ്പ് ഉള്ളത്? അത് വല്യമ്മമാരും ഉമ്മമാരും പോലും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ ചെറുപ്പക്കാരികളായി മാറിയിരിക്കുകയാണ് വിവാഹ സുദിനത്തിൽ ആ നിലക്കുള്ള. അതേപോലെ തന്നെ മാത്രമല്ല, നമ്മുടെ നമസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? ളുഹ്ർ അസർ എങ്ങനെ നമസ്കരിക്കും? ഇത് പൂർണ്ണമായും മേക്കപ്പ് ഇട്ടിരിക്കുകയാണ്. കൃത്രിമ സൗന്ദര്യത്തിലൂടെ അവരുടെ വുളൂഇന്റെ ഷർത്ത് എന്താണ്? അവിടെ എല്ലായിടത്തും വെള്ളം നനയണമെന്നാണ്. ഇവിടെ ഇസ്ലാം നമുക്കറിയാം കുഫറിന്റെയും അതേപോലെ തന്നെ ഇസ്ലാമിന്റെയും ഇടയിലെ വേർതിരിവാണ് നമസ്കാരം. നമസ്കാരത്തെ പോലും അത് ബാധിക്കുകയാണ്. അതേപോലെ തന്നെ അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത്, ഒരിക്കലും നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ പെൺമക്കളിൽ, അതേപോലെ തന്നെ നമ്മളുമായി ബന്ധപ്പെട്ടെടുത്ത് കൃത്രിമമായ സൗന്ദര്യം ഉണ്ടാക്കുന്ന അവസ്ഥകൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് 10,000-ങ്ങളാണ് ചിലവഴിക്കുന്നത് എന്നാണ്. ഇത്തരം കോസ്മെറ്റിക്സിന് മാർക്കറ്റിൽ വലിയ വില കൊടുത്താണ് ഇത് വാങ്ങുന്നത്. നമുക്കറിയാം സാമ്രാജ്യത്വ ശക്തികൾ എന്തുകൊണ്ടാണ് ഇസ്ലാമിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്? ഇസ്ലാം ഇത്തരം സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കെതിരാണ്. വ്യഭിചാരം പോലെ, ലഹരി പോലെയുള്ള വസ്തുക്കൾക്കെതിരാണ്. ഇത് മാർക്കറ്റിൽ ഉണ്ടാകുന്ന വൻ ഇടിവാണ് പലപ്പോഴും ഇസ്ലാമിനെ പലപ്പോഴും പേടിയായി ആളുകൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ മറ്റൊന്ന്, താങ്ങാനാവാത്ത ക്ഷണിതാക്കളാണ് വിവാഹങ്ങളിലേക്ക് കടന്നു വരുന്നത് എന്ന് ഞാൻ പറയുന്നത്. ആതിഥ്യ മര്യാദ പോലും സാധ്യമാകാതെ വിവാഹങ്ങളിൽ വരികയാണ്. വിവാഹത്തിന്റെ വിളിച്ചു വരുത്തിയ ഗൃഹനാഥന് മറ്റുള്ളവരെ ഒരു ആതിഥ്യം അരുളാൻ പോലും കഴിയാത്ത രൂപത്തിൽ എന്ത് ചെയ്യുന്നു, അത്തരം ആളുകൾക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു, ട്രാഫിക്കിൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ആ നിലക്കുള്ള നമുക്ക് അവിടെയെല്ലാം റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ഒരു അതിഥിയെ ക്ഷണിച്ചാൽ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ ഫൽയുക്രിം ലൈഫഹു, അവനവന്റെ അതിഥിയെ ആദരിക്കട്ടെ. പക്ഷെ ആദരിക്കാൻ ആധിക്യം കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചിലർ ദുരഭിമാനം കൊണ്ട് കടം വാങ്ങി വിവാഹം നടത്തുന്നവർ, അതേപോലെ ലോൺ എടുത്ത് വിവാഹം നടത്തുന്നവർ, എന്താണ് അവരെ പ്രചോദിപ്പിക്കുന്നത്? ഉള്ളവർ മാന്യമായി ഭക്ഷണം കൊടുക്കുന്നതിന് കുറിച്ചല്ല ഇത് പറയുന്നത്. മറിച്ച് അതിനേക്കാൾ അപ്പുറത്ത് ആളുകൾ ഇന്ന അയൽവക്കക്കാരൻ ഇന്നത് ചെയ്തു, ഇന്ന കുടുംബത്തിലെ ആൾ ഇന്നത് ചെയ്തു, അതുപോലെ ഞാനും കഴിക്കണം. അവന്റെ സാമ്പത്തിക സ്ഥിതി വളരെ ലോ ലെവലിലാണ്, എന്നാൽ അതിനെ ലോണ് വാങ്ങിയിട്ടാണെങ്കിലും കടം വാങ്ങിയിട്ടാണെങ്കിലും ഞാൻ മോശമാക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് ആളുകൾ പോകുന്നു. അതേപോലെ ഭക്ഷണത്തിലെ ആർഭാടം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിഥികൾക്ക് ഒന്നിലധികം വിഭവങ്ങൾ കൊടുക്കാം, പക്ഷേ ലോകത്തുള്ളതെല്ലാം ഇവിടെ കിട്ടണം, അതിലും ദുരഭിമാനം കൊള്ളുന്ന ഇസ്രാഫ് കാണിക്കുന്ന അവസ്ഥ, എന്നിട്ട് ധാരാളം വേസ്റ്റായി പോകുന്ന അവസ്ഥ. ഇതെല്ലാം നമ്മൾ ഭക്ഷണത്തിലെ ആധിക്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെയെല്ലാം അതിഥിക്ക് മാന്യമായ രൂപത്തിൽ ഒന്നിലധികം വിഭവം കൊടുക്കുന്നതിനെ പറ്റിയല്ല, മറിച്ച് അതിന്റെ ആധിക്യത്തിലൂടെ ഒരു ദുരഭിമാനം കൊണ്ട് അതിനെല്ലാം വേസ്റ്റായി പോകുന്ന അവസ്ഥ. അതേപോലെ തന്നെ വിവാഹവുമായി ബന്ധപ്പെട്ട് സംഗീത വിരുന്നുകൾ ഒരുക്കപ്പെടുന്നു. ഇവിടെ പാട്ടിനെ എതിർക്കുകയാണോ നിങ്ങൾ? അല്ല, പാട്ട് ഇസ്ലാമിലുണ്ട്. എന്നാൽ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചുള്ള ഗാനമേളകളെയാണ് വിശുദ്ധ ഖുർആനിന്റെ ഹദീസിന്റെ വെളിച്ചത്തിൽ നമ്മൾ കഴിഞ്ഞ ഒരു ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്നു. അതേപോലെ ഡാൻസുകൾ, നൃത്തങ്ങൾ, മുതിർന്ന പെണ്ണുങ്ങളും ആണുങ്ങളും ഇടകലർന്ന് ചാടുന്ന രീതി. അപ്പോൾ വിവാഹ വീടുകളിൽ ദീൻ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്ന ആളുകൾ തന്നെ 2 ദിവസം ദീൻ പുറത്ത് എന്ന രൂപത്തിലുള്ള സമീപനം വിവാഹവുമായി ബന്ധപ്പെട്ടെടുക്കുന്നു എന്നത് സങ്കടകരമാണ്. സന്തോഷം വേണ്ടെന്നാണോ ഇസ്ലാം പഠിപ്പിക്കുന്നത്? അല്ല, സന്തോഷം വേണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ നമുക്ക് കാണാം. അവിടെ കുട്ടികൾ പെരുന്നാളിന് പാട്ടുപാടിയിട്ടുണ്ട്. എന്നാൽ ഇത് മൊത്തം കാര്യത്തിന് തെളിവാക്കരുത്. അതിർത്തി ലംഘിക്കാത്ത സന്തോഷങ്ങൾ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ നമ്മൾ അതിനെ കാണേണ്ടതുണ്ട്. അതേപോലെ വിവാഹവുമായി ബന്ധപ്പെട്ടു നടക്കുന്ന ഏറ്റവും പേടിയോടെ ആളുകൾ ഇന്ന് കാണുന്നത് വരന്റെ വരവാണ്. വരന്റെ വരവിന്റെ സമയത്താണ് ആളുകൾ പേടിയോടെ ഇതെന്താണ് സംഭവിക്കുക? പടക്കം പൊട്ടുന്നു, കളർ പ്രയോഗങ്ങൾ നടത്തുന്നു, ചെണ്ടമേളങ്ങൾ, തുള്ളിച്ചാട്ടങ്ങൾ, ബഹളങ്ങൾ. അതേപോലെയുള്ള ഒരു സംസ്കാരത്തിലേക്ക് മാന്യന്മാരായ ആളുകൾക്ക് ആ സമയത്ത് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ പുതിയാപ്പിള വരുന്ന സമയത്ത്, ആ സമയം പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടേണ്ട സന്ദർഭമാണ്. ആ സലാം പറഞ്ഞ് എല്ലാവർക്കും അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാനിരിക്കുന്ന വ്യക്തി വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു, അള്ളാഹുവിന്റെ സമാധാനവും റഹ്മത്തും ബറക്കത്തും ഉണ്ടാകട്ടെ എന്ന് തിരിച്ചു പ്രാർത്ഥിക്കുന്ന
ഏറ്റവും മാന്യമായ അതേപോലെ തന്നെ ദീനിയായ ഒരു രീതി വിട്ട് നമ്മുടെ വീടും നാടും പരിസരവുമെല്ലാം ആ രൂപത്തിലേക്ക് എന്ത് ചെയ്യുന്നു, അതിര് കടന്നു പോകുന്നു എന്നുള്ളതാണ്. അതേപോലെ മാത്രമല്ല, പുതിയാപ്പിളയെ അത്തരം ആഭാസങ്ങൾ ചെയ്യുന്നത് നമ്മൾ കാണുന്നു. ചെളിവെള്ളത്തിൽ മുക്കുന്നു, അതേപോലെ തന്നെ അത്തരം കളറുകൾ പ്രയോഗിക്കുന്നു, ട്രാഫിക്കുകൾ ബ്ലോക്ക് ആകുന്നു. മറ്റു മതസ്ഥരും മറ്റു സമുദായത്തിൽപ്പെട്ടവർ പോലും നമ്മുടെ സമുദായത്തെ ചീത്ത പറയുന്ന ഒരവസ്ഥ ചിലരിലൂടെ സംജാതമാവുകയാണ്. അതുകൊണ്ട് തന്നെ വിവാഹ ദിനം എന്നത്, വിവാഹ വീട് എന്നത് അച്ചടക്കമുണ്ടാകണം, ആ നിലക്ക് ഇസ്ലാമികമാകണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ എന്തുകൊണ്ട് ഇസ്ലാമിൽ നിക്കാഹിന്റെ വേദിയിലേക്ക് പെൺകുട്ടികൾ കടന്നു വരുന്നില്ല, വിവാഹം കഴിക്കുന്ന വധു എന്തുകൊണ്ട് കടന്നു വരുന്നില്ല? ഇസ്ലാമിന് അതിന് കൃത്യമായ ഉത്തരമുണ്ട്. ഇസ്ലാമിൽ ഇതൊരു കൈമാറ്റ പ്രക്രിയയാണ്. അവളുടെ ആരോഗ്യം, അവളുടെ ഭക്ഷണം, അവളുടെ വസ്ത്രം ഇതുവരെ ശ്രദ്ധിച്ച ആ വലിയാണ് അവളുടെ ഉത്തരവാദിത്തമുള്ളത്. ആ ഉത്തരവാദിത്തമുള്ള ആ ആ പിതാവ് ആ കൈമാറ്റ പ്രക്രിയ നിർവഹിക്കേണ്ടത് ആ പിതാവാണ്, വലിയാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിനാണ് അതിന് അർഹതയുള്ളത്. എന്നാൽ അദ്ദേഹം ആ വേദിയിലേക്ക് വരാൻ ഈ പെൺകുട്ടിയുടെ അനുവാദം വേണം. എങ്ങനെ? ആ വരനെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അതിന് സമ്മതിക്കാൻ, ആ വിവാഹം ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ വരനും വധുവും വരനും വലിയും അവിടെ എത്തണമെങ്കിൽ വധുവിന്റെ കൃത്യമായ ഒരു ഉറപ്പും സമ്മതവും ഉണ്ടെങ്കിലാണ് അവരവിടെ എത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു സ്ത്രീ കടന്നു വന്നു. എന്നിട്ട് ആ സ്ത്രീ പ്രവാചകനോട് പറയുന്നത്, പ്രവാചകരെ, എന്റെ വിവാഹം എന്റെ ഉപ്പ ഇതാ ഉറപ്പിച്ചിരിക്കുന്നു, എനിക്കത് ഇഷ്ടമല്ല, എനിക്കത് സമ്മതമല്ല. എന്നിട്ട് വാപ്പ ഉറപ്പിച്ചു. പ്രവാചകൻ ആ വിവാഹം ക്യാൻസൽ ചെയ്തു എന്നാണ്. അപ്പോൾ ഇസ്ലാം സ്ത്രീക്ക് കൃത്യമായ അവകാശം അവിടെ കൊടുത്തു. എന്താ? ആ പെണ്ണിന് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ വിവാഹം സാധുവാവുകയുള്ളൂ, അവിടെ ആ വിവാഹം നടക്കുകയുള്ളൂ എന്നുള്ളതാണ്. അവിടെ ഈ പ്രക്രിയ നടക്കേണ്ടത്, അവിടെ സ്ത്രീ വേദിയിലേക്ക് വരാൻ ഇസ്ലാമിൽ അതിന്റെ ഒരു ആവശ്യമേ അവിടെ ഇല്ല. അവിടെ ആ കൈകാര്യ കർത്തൃത്വം നിർവഹിക്കുന്ന കൈമാറ്റ പ്രക്രിയയിൽ ആ വലിയാണ് അവിടെ നിർവഹിക്കേണ്ടത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, വിവാഹവുമായി ബന്ധപ്പെട്ട് നിക്കാഹിന്റെ സമയം, നമുക്ക് സമയനിഷ്ഠ ഏറ്റവും അനിവാര്യമാണ്. ഇത് നിക്കാഹുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, നമ്മുടെ ജീവിതം മുഴുവൻ ഒരു സമയനിഷ്ഠ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്കറിയാം, ഏതു മതങ്ങളും ഏതു സംസ്കാരങ്ങളും എടുത്തു നോക്കിയാൽ ഇത്ര കൃത്യതയോടുകൂടെ ഈ സമയത്തിന്റെ കാര്യത്തിൽ കൃത്യനിഷ്ഠത പാലിക്കുന്ന ഏതു മതമാണുള്ളത്? നമ്മൾ നോക്കിയ നമസ്കാരത്തിന്റെ സമയം, ബാങ്കിന്റെ സമയം, ഇഖാമത്തിന്റെ സമയം എല്ലാം സമയബന്ധിതമാണ്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത, സമയബന്ധിതമായിട്ടാണ് എല്ലാം കൃത്യമായി ഷെഡ്യൂൾ ചെയ്യപ്പെട്ടത്. ഇങ്ങനെയുള്ള ഒരു മതത്തിന്റെ അനുയായികളാണ് 11:30 പറഞ്ഞാൽ 12:30 കഴിഞ്ഞ് 1 മണിയും കഴിഞ്ഞൊക്കെ വിവാഹം നിക്കാഹുകൾ സമയം പറഞ്ഞ് എത്രയോ വൈകുന്നത് നമ്മൾ കാണാറുണ്ട്. സമയനിഷ്ഠ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ നമ്മൾ വിവാഹ വീട്ടിലെ നമസ്കാരം, കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചു, വധൂവരന്മാരുടെ അതേപോലെ വീട്ടുകാരുടെ അവിടെ വരുന്ന അതിഥികളുടെ നമസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? ളുഹ്ർ ആ സമയത്ത് നിർവഹിക്കൽ നിർബന്ധമാണ്, അസ്ർ ആ സമയത്ത് നിർവഹിക്കൽ നിർബന്ധമാണ്. എന്നാൽ ആണുങ്ങൾക്ക് തൊട്ട് പരിസരങ്ങളുടെ പള്ളികളിലേക്ക് പോകാം. എന്നാൽ അവിടെ ഒരു സ്ത്രീക്ക് നമസ്കരിക്കണമെന്ന് വിചാരിച്ചാൽ തന്നെ അവിടെ അതിനുള്ള സൗകര്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ എന്ത് ചെയ്യണം? അതിന് പ്രത്യേകമായ സൗകര്യങ്ങൾ സ്ത്രീകൾക്ക് ചെയ്യണം. അതിനൊരു മുറിയാണെങ്കിൽ നമസ്കരിക്കാൻ കൃത്യമായൊരു മുറി ഒലുവെടുത്ത് ആ സമയത്ത് നിർവഹിക്കണം. കാരണം ഇത് ഒരു നന്ദി ചെയ്യേണ്ട ഒരു സമയത്ത് റബ്ബുമായി മുനാജാത്ത് മാറ്റിവെക്കുകയാണ്. ആളുകളുമായുള്ള മുനാജാത്തിൽ റഹ്മാനായ റബ്ബിനോടുള്ള സ്വകാര്യ സംഭാഷണമാകുന്ന നമസ്കാരത്തെ മാറ്റിവെക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ദിവസം കൂടുതൽ ദുആ ചെയ്യേണ്ട ദിവസമാണ്, കൂടുതൽ സുജൂദ് ചെയ്യേണ്ട ദിവസമാണ്, കൂടുതൽ ശുക്ർ ചെയ്യേണ്ട ദിവസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ കാര്യം പ്രത്യേകമായി എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അതേപോലെ നിക്കാഹ് റാഗിങ്ങുകൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ആദ്യ രാത്രിയാണ് പണി കൊടുക്കുക. അപ്പൊ ഇവൻ മറ്റുള്ളവർക്ക് പണി കൊടുത്തിട്ടുണ്ടാവും, ആ പണി തിരിച്ചു കൊടുക്കലാണ്. അപ്പോ ഇവനെ എന്ത് ചെയ്യാണ്? അന്ന് വിവാഹം കഴിഞ്ഞാൽ അവനെ വണ്ടിയിൽ കയറ്റി എന്ത് ചെയ്യുക? എവിടെയെങ്കിലും വയനാട്ടിലോ ഊട്ടിയിലേക്കോ എവിടെയെങ്കിലും ഒക്കെ എന്ത് ചെയ്യുക? കൊണ്ടുപോവുക. എന്നിട്ട് അവന്റെ ആദ്യ രാത്രിയെ, ജീവിതത്തിലെ ആ ഏറ്റവും നല്ല ഒരു മുഹൂർത്തത്തെ കൊളമാക്കുകയാണ് അവന്റെ സുഹൃത്തുക്കൾ. അവിടെ വരനെ ആ നിലക്കുള്ള കാര്യങ്ങൾ ചെയ്യുക, വൃത്തികെട്ട രൂപത്തിൽ അവനെ ആ രൂപത്തിൽ വൃത്തികെട്ട പാനീയങ്ങൾ അവന്റെ തലയിലൂടെ ഒഴിക്കുക. ഇതൊക്കെ നമ്മുടെ സമുദായത്തിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു വിവാഹം കഴിഞ്ഞ വധൂവരന്മാരെ 7 ദിവസം അവരെ സ്വതന്ത്രമാക്കണമെന്നാണ്.
അവരെ ആ ജീവിതം ആസ്വദിക്കുകയും അവർക്ക് അനുവദനീയമായ രൂപത്തിൽ അവരെ മറ്റു കാര്യങ്ങളിൽ നിന്ന് വിട്ടുകൊടുക്കണം. എന്തെങ്കിലുമൊക്കെ ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ഒരാഴ്ചത്തേക്ക് അവർക്ക് എന്ത് ചെയ്യണം, നമ്മൾ ലീവ് പ്രഖ്യാപിച്ച് അവരെ ജീവിതത്തിന്റെ ആ ഒരാഴ്ച വിട്ടുകൊടുക്കണമെന്ന പഠിപ്പിച്ച മതമാണ്. വീഡിയോ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. കാര്യമായ ആ ഖുതുബയോ കാര്യങ്ങളൊന്നല്ല റെക്കോർഡ് ചെയ്യുന്നത്. അവിടെ പെണ്ണുങ്ങൾ മാറുന്നതും ഒരുങ്ങുന്നതും അത് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുകയാണ്. പണം കൊടുത്ത് അവിടെ അന്യ ആണുങ്ങൾക്ക്, പൊതുസമൂഹത്തിന്, പബ്ലിക്കിന് കാണാൻ വിട്ടുകൊടുക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ നാട്ടിൽ. അത് പണം കൊടുത്ത് നമ്മുടെ വീട്ടിലെ സഹോദരിമാരുടെ, ഉമ്മമാരുടെ ആ മാറുന്നതും ഒരുങ്ങുന്നതും ആടുന്നതും ചാടുന്നതും എന്തെയാണ്, വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന, ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്ന വ്യാപകമായ രീതികൾ മുസ്ലിം കുടുംബങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എത്ര വലിയ അപഹാസ്യമാണിത്. അതുകൊണ്ട് തന്നെ ഈ സൽക്കാര മാമാങ്കങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് ലോകത്തേക്ക് കടന്നു വന്നത്, അതിന്റെ ആഗമന ലക്ഷ്യം പറയുന്നിടത്ത് സൂറത്തു അഅറാഫിൽ കൃത്യമായി 157-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വയളഉ അൻഹും ഇസ്റഹും വല്ലഗ്ലാലല്ലത്തി കാനത്ത് അലൈഹിം, അവരുടെ മേലുള്ള ഭാരങ്ങൾ, അവരുടെ മേലുണ്ടായിരുന്ന വിലങ്ങുകൾ അദ്ദേഹം ഇറക്കി വെക്കുകയും ചെയ്യുന്നു. അപ്പോൾ ജാഹിലിയത്തിലെ അറബികളുടെ മേലുണ്ടായിരുന്ന ഭാരങ്ങളും വലിയ അത്തരം വിലങ്ങുകളുമെല്ലാം ഇറക്കി വെക്കാൻ ആണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, യഥാർത്ഥത്തിൽ എളുപ്പമുണ്ടാക്കാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. എന്നാൽ ആ ഭാരം നമ്മൾ ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹ രംഗത്തെ ആഭാസങ്ങൾ അത് ഒഴിവാക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ പിൻപറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് നമ്മൾ ഗൃഹനാഥന്മാരായിരിക്കാം, പിതാക്കന്മാരായിരിക്കാം, അതേപോലെ കാരണവന്മാരായിരിക്കാം, നമ്മൾ ഇടപെടുന്ന നമ്മുടേതായ മേഖലകളിൽ, നമ്മുടേതായ നമുക്ക് വോയിസ് ഉള്ള സ്ഥലങ്ങളിൽ ഈ നിലക്ക് ബോധവൽക്കരിക്കാനും ഈ കാര്യങ്ങളെല്ലാം ഇസ്ലാമികമാകാനും നമ്മൾ ഇടപെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ ചര്യ പിന്തുടർന്ന് ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ഈ എല്ലാ രംഗങ്ങളിലും മുന്നോട്ട് പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നിക്കാഹിൽ പങ്കെടുക്കുന്ന ആളുകൾ അവർക്ക് പ്രധാനമായും ചെയ്യേണ്ട 2 കാര്യങ്ങൾ. നമ്മളൊക്കെ വിവാഹങ്ങളിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. കേവലം അവിടെയുള്ള വലീമ കഴിച്ചു വരിക എന്നതിനപ്പുറത്ത് അതിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒന്ന്, ആ വിവാഹ കർമ്മത്തിന്, നിക്കാഹ് കർമ്മത്തിന് സാക്ഷികളാവുക എന്ന കാര്യമാണ്. രണ്ടാമത്തത് അവർക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥന നൽകുക എന്നതാണ്. അത് ആർക്ക് കൊടുക്കാൻ പറ്റും? അത് പണം കൊടുത്താൽ കിട്ടുന്നതല്ല. നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായ ദുആ. കാരണം ഏതൊരു കാര്യത്തിൻ്റെയും വിജയം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് കിട്ടേണ്ട ഒരു തൗഫീഖാണ്. അഭൗതികമായ വഴിയിലൂടെ അല്ലാഹുവിൽ നിന്ന് കിട്ടേണ്ട ഒരു സഹായമാണ്. നമുക്ക് ഏതൊരു സംരംഭവും നമുക്ക് തുടങ്ങാം, പക്ഷെ അത് വിജയിപ്പിക്കേണ്ടത് അല്ലാഹുവാണ്. അപ്പോൾ ഒരു വിവാഹം, 2 പേരുടെ വിവാഹം നടന്നു. അവരുടെ ജീവിതം, ഇനിയുള്ള ഭാവി ജീവിതം അത് നന്നാകാനും അത് നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം. ബാറക്കല്ലാഹു ലക വബാറക അലൈക വജമഅ ബൈനകുമാ ഫീ ഖൈർ. ഇതാണ് ആ ദുആ. ഈ ദുആ ആത്മാർത്ഥമായി അവിടുന്ന് അവർക്ക് വേണ്ടി നിർവഹിക്കുക. ആ 2 പേർക്കും വേണ്ടി, ബറക്കത്തിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ദുആ ചെയ്യുക. അവരിരുവരും ഖൈറിൽ ഒരുമിച്ച് കൂടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ദുആ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേപോലെ തന്നെ നമുക്ക് അവിടെ ഒരുപാട് സുന്നത്തുകൾ, വിവാഹവുമായി ബന്ധപ്പെട്ട് ധാരാളം സുന്നത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വരൻ ആദ്യ രാത്രിയിൽ തന്റെ വധുവിന്റെ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളുണ്ട്. അല്ലാഹു, ഇവളിലെ ഖൈറുകൾ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഇവൾ സൃഷ്ടിക്കപ്പെട്ടതിലെ ഖൈറുകളെല്ലാം ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഇവളിലുണ്ടാകുന്ന തിന്മകൾ, ഷർറുകൾ, ആ ഷർറുകളിൽ നിന്നെല്ലാം ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന പ്രാർത്ഥനകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. അതുകൊണ്ട് തന്നെ പരിഹാരം എന്താണ്? ഇത്തരം കാര്യങ്ങൾക്കെല്ലാം യഥാർത്ഥ പരിഹാരം എന്താണ് എന്ന് ചോദിച്ചാൽ അവിടെ യഥാർത്ഥ സുന്നത്തിലേക്ക് മടങ്ങുക എന്നതാണ് ഇതിൻ്റെ എല്ലാം പരിഹാരം. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വീട്ടുകാരും മുൻകൂട്ടി ഇത് ഒരുപക്ഷെ ആ സമയത്ത് സംഭവിക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 2 വീട്ടുകാരും
രണ്ടു വീട്ടുകാരും തമ്മിൽ വിവാഹത്തിന് മുമ്പ് കൃത്യമായ ചർച്ചകൾ നടന്ന് എന്ത് ചെയ്യണം, ആഭാസരഹിതമായ വിവാഹം നടത്താൻ വേണ്ടിയുള്ള ചർച്ചകൾ എന്ത് ചെയ്യണം, രണ്ട് കുടുംബങ്ങളിൽ നടക്കണം. അങ്ങനെ കർശനമായ നിലപാടുകൾ എടുത്തെടുത്ത് അത്തരം ആഭാസങ്ങൾ കടന്നു വന്നിട്ടില്ല. ഇത് പരിഹരിക്കാൻ നമുക്ക് പറ്റും. അതേപോലെ തന്നെ മഹല്ലുമായി ബന്ധപ്പെട്ട നേതൃത്വം, ഭാരവാഹികൾ, അവർക്ക് കൃത്യമായി ഇതിൽ ചില റോളുകളുണ്ട്. വീട്ടുകാരുമായി മുൻകൂട്ടി സംസാരിക്കുകയും അതിൻ്റെ കൃത്യമായ മാർഗരേഖകൾ, അവർക്ക് ഇസ്ലാമികമായ മാർഗരേഖകൾ അറിയിക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടായാൽ അതിന് പരിഹാരങ്ങളാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ പ്രാദേശികമായ തലങ്ങളിൽ, കുടുംബങ്ങളിൽ ബോധവൽക്കരണങ്ങൾ ഇത്തരം രംഗങ്ങളിൽ ആവശ്യമാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് അറിയാം, ഇതിന് ശേഷം ഗർഭധാരണം മുതൽ പ്രസവിക്കുന്നത് വരെ പുതിയ പുതിയ ട്രെൻഡുകൾ കടന്നു വരികയാണ്. അവിടെ അത് വീഡിയോ എടുക്കുക, അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ എടുത്ത് അതിന് പ്രത്യേകമായ എന്ത് ചെയ്യുക, അതിനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അത് പുറത്തേക്ക് വിടുക. ഇത്തരം ധാരാളം കാര്യങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ കടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളെല്ലാം ഖൈറായ രൂപത്തിലാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. അതേപോലെ തന്നെ വിവാഹം, ആ വിവാഹത്തിലെ നാം നേരത്തെ സൂചിപ്പിച്ചു, അതിലൂടെ വരുന്ന സന്താനങ്ങൾ, ആ സന്താനങ്ങൾക്ക് വേണ്ടി നമ്മൾ മക്കൾ ഉണ്ടായതിനു ശേഷമല്ല, മക്കൾ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ പ്രാർത്ഥന എന്തായിരുന്നു? റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ എന്നാണ്. എൻ്റെ മക്കളെ തരണേ എന്നല്ല ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത്, സ്വാലിഹായ മക്കളെ തരണേ എന്നാണ്. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത്. മഹാനായ ഇബ്രാഹിം നബിയുടെ മറ്റൊരു പ്രാർത്ഥന എന്താ? വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, വിഗ്രഹാരാധനയെ തൊട്ട് എന്നെയും എൻ്റെ മക്കളെയും നീ അകറ്റി നിർത്തേണമേ. ശിർക്കിൽ നിന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചത്. ആ വിഗ്രഹാരാധനക്കെതിരെ ഒരു ഉമ്മത്തായിരുന്ന ഇബ്രാഹിം നബി മക്കൾക്ക് വേണ്ടി വിഗ്രഹാരാധനയിൽ നിന്ന് എൻ്റെ മക്കളെയും എന്നെയും നീ കാത്തുരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ലുഖ്മാൻ അലൈഹി ഇസ്ലാം മകനെ ചേർത്ത് വിളിച്ചു പഠിപ്പിക്കുകയാണ്, ഇന്ന ശിർക ലദുൽമുൻ അദീം, മോനെ അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നത് മഹാ അപരാധമാണ്, അക്രമമാണ് എന്ന് പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ഇബാദത്ത്, ആരാധനകളാകുന്ന ദുആ, സുജൂദ്, തവക്കുല്, നേർച്ചകള്, വഴിപാടുകള്, ഇതെല്ലാം അള്ളാഹുവിന് മാത്രമാണ്. അള്ളാഹുവല്ലാത്ത ഏതെങ്കിലും ഒരു ശക്തിയിലേക്ക്, സൃഷ്ടിയിലേക്ക് പോയാലോ അത് അവിടെ അവന്റെ എല്ലാ നന്മകളും തകർന്നടിയും എന്നാണ്. അതുകൊണ്ട് തന്നെ തൗഹീദ് പ്രധാനമാണ്. എന്നാൽ കുട്ടികളില്ലാത്തവർ, അത് പരീക്ഷണമാണ്. വിവാഹത്തിന് ശേഷം 10 കൊല്ലം കഴിഞ്ഞു, 15 കൊല്ലം കഴിഞ്ഞു, മക്കളില്ല, അതൊരു പരീക്ഷണമാണ്. പ്രായമേറെ ചെന്ന് സക്കരിയ നബിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചു, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയെ പരീക്ഷിച്ചു, ധാരാളം നബിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചു. ഇവിടെയാണ് ഈ ആദർശവും തൗഹീദും ഇല്ലെങ്കിൽ ഒരു പക്ഷേ മക്കളില്ലാതിരിക്കുമ്പോൾ ഒന്ന് മമ്പറത്ത് പോയി വരാം, അജ്മീറിൽ പോകാം, കുഞ്ഞിപ്പള്ളിയിലേക്ക് പോകാം, വെളുമ്പത്തു മക്കാമിൽ പോകാം. ഇങ്ങനെ അള്ളാഹുവിനെ വിട്ട് അള്ളാഹുവിന്റെ പടപ്പുകളിലേക്ക്, ജാറങ്ങളിലേക്കും മക്കാമുകളിലേക്കും ആളുകൾ മക്കളെ തേടി പോകുന്ന ആളുകൾ, രോഗം മാറാൻ വേണ്ടി പോകുന്ന ആളുകൾ, അള്ളാഹുവിനോടുള്ള തികച്ച നന്ദികേടാണ്, ഏറ്റവും വലിയ അക്രമമാണ് നമ്മൾ ആ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതാണ് ഇവിടെ വിഗ്രഹങ്ങളെ ആരാധിക്കുക എന്നത്. എന്താണ്? ഒരാൾ അള്ളാഹുവിനെ വിട്ട് മറ്റൊരു ശക്തിയെ അവലംബിക്കൽ, അതിനെ അവന്റെ മനസ്സിൽ വിഗ്രഹമാക്കലാണ്. അതാണ് മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മഹുല്ല അദ്ദേഹം പറഞ്ഞത്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്? വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ മനസ്സിൽ എത്രയെത്ര ഇലാഹുകളെയാണ് നീ കുടിയിരുത്തിയിരിക്കുന്നത്. കുല്ല ശൈഇൻ തഅ്തമിദു അലൈഹി വതസിഫു ബിഹി മിൻ ദൂനില്ലാഹ് ഫഹുവ സനബക്, ഏതൊന്നിനെയാണോ നീ ആശ്രയിക്കുന്നത്, അവലംബിക്കുന്നത് അല്ലാഹുവിന് പുറമെ, അത് നിന്റെ മനസ്സിലുള്ള വിഗ്രഹമാണ് എന്നാണ്. അപ്പോൾ നമ്മൾ അള്ളാഹുവിനെ വിട്ട് ഏതൊരു ശക്തിയെയാണ്, ഏതൊരു സൃഷ്ടിയെയാണ് നമ്മൾ അവലംബിക്കുന്നത്, അത് വിഗ്രഹമാണ് എന്നാണ് മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മഹുല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൗഹീദ് ഏറ്റവും പ്രധാനമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നീ സഹായം തേടിയാൽ അള്ളാഹുവിനോട് സഹായം തേടുക, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. അതുകൊണ്ട് തന്നെ പടപ്പുകളിലേക്ക് നമ്മൾ പോവരുത്, തൗഹീദുള്ളവരായി നമ്മൾ മാറണം, ശിർക്കിനെ പൂർണ്ണമായും ഒഴിവാക്കണം. ഇതെല്ലാമാണ് ഇത്തരം കാര്യങ്ങൾ നന്മയിൽ, ദീനി നിഷ്ഠയിൽ മുന്നോട്ട് പോകാൻ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം തൗഹീദുള്ളവരാവുക എന്നത് തന്നെയാണ്. അതേപോലെ തന്നെ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം ആഭാസങ്ങൾ, ഇത്തരം വൃത്തികേടുകൾ, അത് കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ടാണ് അവിടെ ഫസാദുള്ളയിടത്ത് ഇസ്ലാഹ് നടത്തണം,
കേടുവന്നതിനെ നന്നാക്കുക എന്നത് അത് ഏറ്റവും പ്രധാനമാണ്. അതാണ് ഇസ്ലാഹ്, അതാണ് കേടുവന്നതിനെ നന്നാക്കുന്ന പ്രക്രിയ. അത് ദഅവയാണ്. അത് നമ്മൾ ഓരോരുത്തരും നിർവഹിക്കണം. അതിന് മൈക്കു കെട്ടി ഒരു സ്റ്റേജ് കെട്ടി തന്നെ നിർവഹിക്കണമെന്നില്ല. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ പേഴ്സണൽ സംസാരങ്ങളിലാവാം, നമ്മുടെ ഫ്രണ്ട്സിനോടാകാം, സോഷ്യൽ മീഡിയകളിലൂടെ ആവാം. നമുക്ക് അതിനുള്ള സാധ്യതകൾ എമ്പാടും നമ്മുടെ മുന്നിലുണ്ട്. അതെല്ലാം ഉപയോഗിച്ച് ഈ നന്മയുടെ, ഈ തെളിമയാർന്ന ഈ തൗഹീദിന്റെ, ഈ ഇസ്ലാമിന്റെ ആ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, സാമ്പത്തികമായി കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ധാരാളം സുഹൃത്തുക്കൾ, സഹോദരങ്ങളുണ്ട്. അള്ളാഹു ഇനി അവർക്കെല്ലാം എളുപ്പം പ്രദാനം ചെയ്യണമേ. അതേപോലെ രോഗികളായ ധാരാളം ആളുകൾ, പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്ത നമ്മുടെ ഒരു ആദർശ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഉമ്മ ഹോസ്പിറ്റലിലാണ്, ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചൊവ്വാഴ്ച അതുമായി ബന്ധപ്പെട്ടൊരു ട്രീറ്റ്മെൻറ്റ്, ഒരു റേഡിയേഷൻ നടക്കുകയാണ്. തലയിൽ ഒരു ട്യൂമർ വന്ന് പിന്നെ രോഗാവസ്ഥയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മാക്ക് പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരോഗ്യത്തോടെ തിരിച്ചു വരാൻ അല്ലാഹു ആ ഉമ്മാക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ, പീഡനങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം ഉമ്മത്ത് അല്ലാഹു ഇനി അവർക്കെല്ലാം നിർഭയത്വവും സമാധാനവും രക്ഷയും വിജയവും നൽകി അനുഗ്രഹിക്കണമേ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങളായ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, പണ്ഡിതന്മാർ അല്ലാഹു ഇനി അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ. നാളെ പരലോകത്ത് ഒരു ഭാഗത്ത് സ്വർഗത്തിലേക്കും ഒരു ഭാഗത്ത് നരകത്തിലേക്കും പറഞ്ഞയക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, ശുഹദാക്കളിൽ, അംബിയാക്കളിൽ അല്ലാഹു ഇനി ഞങ്ങളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. اللهم إنا نسألك الجنة، اللهم أجرنا من النار، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.